ടോപ്പ് 5 റെസ്റ്റോ ബാർസ് ഇൻ കൊച്ചി. ഏതായിരിക്കും ഫിഫ്ത് ബെസ്റ്റ് റെസ്റ്റോ ബാർ? മായാബേ പ്രീമിയം റെസ്റ്റോ ബാർ. അതിന്റെ അടിയിൽ തന്നെ പുതിയ ലൂസിഡ് വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം നൈസ് വൈബ്. ഏതായിരിക്കും ഫോർത്ത് ബെസ്റ്റ് റെസ്റ്റോ ബാർ ഇൻ കൊച്ചി? റോക്സ് ആൻഡ് ബ്രൂസ് കാക്കനാടല്ല, നമ്മുടെ പേട്ടെ സ്റ്റാർട്ട്. അത് നൈസാ, അത് ഹാപ്പനിങ് സ്പേസ് ആയിട്ട് അതിപ്പോ അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി പാർട്ടി നടന്നു. DJ മാത്രമല്ല, എല്ലാ ദിവസവും മിക്സ് ചെയ്തിട്ട് ഓരോ സംഭവം. അത് നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, നൈസാ, നല്ല ആംബിയൻസ് ആണ്. ഷെയ്ഡ് വാട്സൺസ് ക്ലാസ്നെസ് ഉണ്ട്. എല്ലാരും കൊണ്ട് റേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വാട്സൺ. ഫ്രീഡം കൊച്ചിലോട്ട് കൊണ്ടുവന്ന പിന്നെ ബാംഗ്ലൂർ വാട്സൺ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സ്പേസ് കുറച്ച് കുറവാ. പക്ഷെ ഹാപ്പനിങ് ആണ്, ഫുള്ളാണ്, ക്രൗഡ് ഏതൊരു ഫുള്ളാണ് ഇവിടെ. ഏതായിരിക്കും കൊച്ചിയിലെ സെക്കൻഡ് ബെസ്റ്റ് റെസ്റ്റോറന്റ്? വെലോസിറ്റി നൈസാ. അത്യാവശ്യം കുറെ നാളായിട്ട് സ്ഥിരം, അവർക്കൊരു സ്ഥിരം ക്രൗഡ് ഉണ്ട് എപ്പോഴും, അങ്ങനെ പോകുന്ന ഒരു, അങ്ങനെ ഓവർ ക്രൗഡഡും അല്ല അവിടെ, അങ്ങനെ വന്ന് പോകുന്ന ഒരു സ്പേസ്. അടിപൊളി സ്ഥലം, നല്ല ഫുഡുമാണ്, അടിപൊളി ഫുഡ്. അവിടെ ഫുൾ ഫാമിലി ക്രൗഡ് അങ്ങനെ വരുന്ന സ്ഥലമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ. എനിക്ക് ഇപ്പത്തെ ഫേവറേറ്റ് സ്പോട്ട് മിലേനിയൽസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒറ്റടിക്ക് വേഗം ക്ലിക്ക് ആയ ഒരു സ്ഥലം, അവരുടെ ആംബിയൻസ് കൊണ്ടും അവരുടെ ഫുഡും നല്ലതാ. സ്പേഷ്യസ് ആണ് സംഭവം. ഫുഡും നൈസാ, അടിപൊളി. ആംബിയൻസ് ഒന്നും പറയാനില്ല. അത് പകല് പോയാലും ശരി, രാത്രി പോയാലും ശരി, സംഭവം അടിപൊളി. സെയിം ക്രൗഡ്. ഈവനിങ് ഒരു സൺസെറ്റ് തൊട്ട് നൈറ്റ് വരെ സൺഡൗൺ പാർട്ടി വരെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയാണ്. എനിക്ക് അവിടെ മറ്റേ പകലും ഇനി പാർട്ടി നടത്തുന്നതാണ്. ആക്ച്വലി നല്ല എസ്തെറ്റിക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം, നല്ല വൈബ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. കൊച്ചിയിലോട്ട് പുതിയ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വരട്ടെ, എല്ലാരും വരട്ടെ. എനിക്കാണ് ബാംഗ്ലൂർ അങ്ങനെ ഇതുപോലെ മുംബൈയിൽ നടക്കുന്ന പോലെ അതേപോലെ വലിയ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ വന്ന് തുടങ്ങും. ഡൽഹിയിലെ ഹോസ്കാസ് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ 2-3 കിലോമീറ്റേഴ്സ് രണ്ട് സൈഡും ഇങ്ങനെ ഈ പരിപാടി തന്നെയാണ്. നമ്മളിങ്ങനെ വിളിക്കും ക്രൗഡ് ഷെക്കിയായിട്ട് കയറിയ സ്റ്റാഗിന് വേണ്ടി. നമ്മൾ മറ്റേ ബാങ്കോക്കിലൊക്കെ പോണ അത് അങ്ങനെ കൊച്ചി ആവണേ കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുറക്കണേക്കാ മുമ്പ് ഇതെങ്ങനെ പൂട്ടിക്കാം എന്നായിരിക്കും ആൾക്കാർ ആലോചിക്കണേ. അതൊരു പ്രശ്നമാണ്.